ഈ നമ്മൾ എന്ത് എഴുതിയാലും എനിക്കൊരു ഹ്യൂമറിന്റെ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് ഒരു കോമഡി സാധനം കയറും. അപ്പൊ അങ്ങനെ കോമഡി കയറി അതൊരു ഹൊറർ കോമഡി എന്ന് പറയുന്ന ഒരു ഫോർമുല വന്നു. സാധാരണ അതുവരെ ഹൊറർ ആണെങ്കിൽ ഹൊറർ മാത്രമായിരിക്കും, അല്ല ഒന്നോ രണ്ടോ സീനിൽ ഹ്യൂമർ ഉണ്ടാകുമെന്നല്ല മാത്രം. പക്ഷെ ഞാനത് മൊത്തത്തിൽ ഹ്യൂമർ പിടിച്ചിട്ട് ഈ ഹൊററും കൂടി മിക്സ് ചെയ്തിട്ട് പോകാന്നുള്ളൊരു പാറ്റേണിൽ തന്നെയാണ് തുടക്കം മുതൽ കോമഡി ബേസ് ചെയ്ത് അന്ന് ഹൊററിന്റെ സമയത്ത് അത് പേടിപ്പിക്കുന്നതിനേക്കാൾ ഉപരി അത് ചിരിപ്പിക്കുകയും ഒപ്പം തന്നെ ആ പേടിപ്പിക്കലിന്റെ കുറെ സംഭവങ്ങൾ വരികയും ഒപ്പം തന്നെ ഗ്രാഫിക്സിന്റെ ഒക്കെ ഒരു സംഭവം ആദ്യമായിട്ട് അതിൻ്റെ അകത്താണ് പ്രകടമായിട്ട് വരുന്നത്. അപ്പൊ അതൊരു പുതുമയായിട്ട് പ്രേക്ഷകന് ഈ പെട്ടെന്ന് മയൂരിയുടെ ക്യാരക്ടറിന്റെ മുഖം പൂച്ചയായിട്ട് മാറും, പൂച്ച മയൂരായിട്ട് മാറുന്നൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അന്ന് വന്നത്. അതൊരു റെയിൽവേ സ്റ്റേഷനിലൊക്കെ ടി വിയിലൊന്നും ഇങ്ങനെ ട്രയലറൊക്കെ ആണെങ്കിൽ ആൾക്കാർ കൂട്ടം കൂടി ഇന്ന് ഇത് നോക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊരു പ്രത്യേകതയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അതൊരു ഹൊറർ ഫിലിമിൽ നിന്ന് ഒരു വ്യത്യസ്തത പ്രേക്ഷകന് ഫീൽ ചെയ്തുകൊണ്ടാണ് അത് ഭയങ്കര ഹിറ്റായിട്ട് അന്ന് ഓടിയത്.